ഭർത്താവ് പോലും മരിച്ചു പോയിട്ടുണ്ടാകും. അവർക്ക് വീടില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാകാം. ഒറ്റമോടൻ കുടുംബം അത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്താൻ നമുക്ക് പറ്റണം. ഇനി ഏതെങ്കിലും ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് ഒറ്റമോടൻ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെരുന്നാളിന്, ഓണത്തിന്, വിഷുവിന് പാവം ഒരു അമ്മയോ ഉമ്മയോ 2 കുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുമ്പോ ആ മൂലിൽ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ടാകും. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വിധവയായിരിക്കും. അവള് 2 മക്കൾക്ക് ഡ്രസ് എടുക്കാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അവർക്ക് ആ കുട്ടികൾക്ക് ഡ്രസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ടെക്സ്റ്റൈൽസുകാരനായി നമ്മൾ മാറണം. 100 ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോ ഒരാളുടെ ഫീസ് വെറുതെ കൊടുത്തു അള്ളാഹു അത് പാഴാക്കുകയില്ല. അതായിരിക്കണം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ജ്യേഷ്ഠന് പോലും അരസെന്റ് കൊടുക്കുമ്പോ അതുപോലും കറക്റ്റായിട്ട് കണക്ക് പറഞ്ഞ് വാങ്ങുന്ന ഒരു ജ്യേഷ്ഠനായി നമ്മൾ മാറാതിരിക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പള്ളിക്ക് കുറെ കൊടുക്കും, മദ്രസയ്ക്ക് കുറെ കൊടുക്കും, ഒക്കെ നല്ലതാണ്. ഈ പള്ളിക്ക് കൊടുക്കുക, മദ്രസയ്ക്ക് കൊടുക്കുക എന്ന് നിങ്ങൾ ഔദാര്യത്തോടു കൂടി കൊടുക്കുമ്പോ, ഇതെല്ലാം നടക്കുമ്പോ അതേപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരേ വയറ്റിൽ നിന്ന് വന്ന സഹോദരൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒറ്റമോടൻ എന്ന് പറയുന്ന കുടുംബത്തിൽ ഏതോ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടാകാം. അന്ന് ചിലപ്പോ ഇന്ന് ചിലപ്പോ ആളുകൾ വന്നിട്ടുണ്ടാവുകയില്ല. അവരെ തെരഞ്ഞു പിടിച്ച് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോ പദ്ധതികൾക്ക് ഇവർക്കുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പിൻബലമായി നിന്നോർക്കണം. അല്ലാതെ അതിന്റെ നേതൃത്വത്തിലുള്ള 5 10 ചെറുപ്പക്കാരും കുറച്ച് കാരണന്മാരും വിചാരിച്ചാൽ ഇത് നടക്കില്ല. നിങ്ങൾ ഓരോരുത്തരുമായിരിക്കണം. എന്റെ ഒരു ഞങ്ങളുടെ മഹലിന്റെ അപ്പുറത്തുള്ള മഹലില് പള്ളിപ്പണി നടന്നപ്പോ തലേ ദിവസം പെണ്ണുങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി. നാളെ തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ ശിഹാബുദങ്ങൾ അദ്ദേഹത്തിന്റെ ദർജാത്ത് ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾക്ക് ഒരു സന്ദർഭം ഉണ്ടാക്കി. തലേ ദിവസം അവർ പള്ളിയിൽ വന്നിട്ട് മതിലിങ്ങനെ തൊടുന്നുണ്ട്, തൂണിങ്ങനെ തൊടുന്നുണ്ട്, പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. എന്താ കാരണം അറിയോ? അവരുടെ കമ്മല് കൊണ്ടാണ് ആ ഭാഗം തേച്ചിട്ടുണ്ടാവുക, അവരുടെ ചെയിൻ കൊണ്ടാണ് ഈ തൂണുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവർ തൊട്ടുകൊണ്ട് കഴിയുന്നത്. എന്നെങ്കിലും ഞങ്ങളുടെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അന്ന് ഈ കണ്ണുകൾ പോലും വിളിച്ചു പറയണം, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ സ്ത്രീ കഴിഞ്ഞത് കൊണ്ടാണ്. അതുപോലെ പള്ളിയെ മദ്രസകളും നമ്മൾ സംരക്ഷിക്കണം, പാവപ്പെട്ടവരെ സംരക്ഷിക്കണം, നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരെയും നമ്മൾ സംരക്ഷിക്കണം. അതിലേറെ നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു പാവം അംഗത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക. ആ വീടിന്റെ കുറ്റൂസക്കലിന്, കുടിയിരിക്കലിന്, നിങ്ങൾ എന്താ പറയാ, വീട് കൂടലിന് എന്ത് പറഞ്ഞാലും ശരി, അതിന് പോകുമ്പോ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആ പാവം ആൾക്കാർക്ക് കഴിയില്ല. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോ പാവം രണ്ട് കുട്ടികൾ നിങ്ങളെ നോക്കി നിൽക്കും. അവർക്കൊരു വീട് വെച്ചു കൊടുത്തതിനും ആ പാവം ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞതും അവർക്കൊരു വീട് വെച്ചു കൊടുത്തതിനും അതിന് കൂടിയാകട്ടെ ഈ പറയുന്ന ഒറ്റമോടൻ കുടുംബ സംഗമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീനിയാവുക, കുടുംബത്തിൽ സ്നേഹത്തോടെയാവുക, എല്ലാവരും പരസ്പര സ്നേഹം മക്കളെ ഉയർത്തി കൊണ്ടുപോവുക, വാല്യൂ ബേസിനോട് കൂടിയിട്ട് മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് പോവുക, പരസ്പര സഹായത്തോടെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനാകട്ടെ ഈ കുടുംബ സംഗമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ കാരണന്മാര് വീട്ടിൽ വരുമ്പോ പൊന്നാടിയേക്കാൾ വലിയ സൗകര്യം അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണേ. ഇവിടെ താഴത്ത് നിൽക്കുന്ന ഉമ്മാമാരുണ്ട്, അവരിവിടെ പൊന്നാണി അടിച്ച നിങ്ങൾ. പക്ഷെ വീട്ടിലെത്തുമ്പോ മക്കളുമായിട്ട് ഈ മസ്ജിദിന്റെ നബിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയില്ല. ഇതായിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടുന്ന രീതി. അവരെ ഏതെങ്കിലും ഒരു മദ്യമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോ ഒക്കെ ചിലപ്പാകാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാം. ആ ഉണ്ടാകാം എന്നതിൽ നിന്ന് നമ്മൾ കൊണ്ടുവരേണ്ടത് സ്നേഹത്തോട് കൂടിയിട്ടാണ്. അല്ലാതെ മദ്യത്തിന് പ്രോത്സാഹനം കൊടുക്കരുത്, അതിൽ നിന്ന് പിന്മാറ്റണം. പക്ഷെ സ്നേഹത്തോടെ പിന്മാറ്റാൻ നമുക്ക് പറ്റണം. അല്ലാതെ ഒറ്റയടിയടിച്ച് അവനാകെ മോശക്കാരനാക്കി ഈ പ്രണയമാണെങ്കിൽ പോലും ആ കുട്ടി അകത്ത് നിന്ന് അകറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്നേഹത്തോടുകൂടിയുള്ള സ്നേഹത്തോടുകൂടി അകറ്റലാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ ലാഞ്ചിച്ച് കയറിപ്പോയത്. ഞാൻ അടുത്തിടെ ഓർഫുക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ കാലിക്കറ്റ് റെസ്റ്റോറന്റിലെത്തി. കാലിക്കറ്റ് റെസ്റ്റോറന്റിന്റെ പരസ്യം പറയില്ല, അവരിപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ്. അവരുടേതാണ് ഇപ്പൊ ജില്ലും അവിടെയൊക്കെ കാണുന്ന അവരുടെ പേരമക്കളുടേതാണ് ഇപ്പൊ സത്ത എന്നൊക്കെ പറയുന്ന ഹോട്ടലൊക്കെ ഉള്ളത്. അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര് കഞ്ഞിമൗല എന്നാണ്. കഞ്ഞിമൗല. എന്തേ കഞ്ഞിമൗല എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? ഈ പറയുന്ന ഓർഫുക്കാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പണ്ട് ലാമിച്ചിട്ട് പോയിട്ട് ആളുകൾ ഇറങ്ങിയിരുന്നത്. UAE-യിലേക്ക് അങ്ങോട്ട് കയറാൻ കയ്യിൽ പേപ്പറൊന്നും ഇല്ലാതൊരു പൊക്കാൻ ലാമിച്ചിട്ട് കയറിയിട്ട് അവിടെ ചാടുന്ന സമയത്ത് ഏകദേശം 6-7 ദിവസം കപ്പലിൽ ഇരുന്നതിന്റെ പേരിലുള്ള വിശപ്പ്, വെള്ളം മാത്രം കുടിച്ചതിന്റെ അവസ്ഥകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കരയിലേക്ക് ചാടുമ്പോ ആ പാവങ്ങൾക്ക് അന്ന് കഞ്ഞി കൊടുത്തിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് കഞ്ഞിമൂല.
അദ്ദേഹത്തിന്റെ ഹോട്ടലാണ് കാലിക്കറ്റ് ഹോട്ടൽ. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുമായി ഞാൻ ഇന്ന് പ്രാവശ്യം സംസാരിച്ചിരുന്നത് ഏകദേശം 1 മാസം മുമ്പ്. ഇപ്പോഴും ആ പേരക്കുട്ടി എവിടെയുണ്ട്? ഇപ്പോഴും അറബികൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിൽ എന്ന് വെച്ചാൽ പഴയ കഥയറിയാവുന്ന, മൂല്യങ്ങൾ അറിയാവുന്ന, യഥാർത്ഥ ഹിസ്റ്ററി അറിയാവുന്ന അറബികൾ അവിടെ ചെന്നിട്ട് ഇതേപോലത്തെ ബുക്കിൽ, ഇപ്പോഴും ഷോപ്പിനൊന്നുമല്ല, ആ ബുക്കിൽ എഴുതി കൊടുക്കും, ഇതാ നിങ്ങൾ എന്താക്കണം, ഇന്നിടത്ത് 10 ആൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇന്നിടത്ത് 50 ആൾക്ക് ഭക്ഷണം